ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക്. ഞാൻ ഒരു കേക്കും കൊണ്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നല്ല റെസ്പോണ്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കേക്കൊന്ന് പരീക്ഷിച്ച് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പഴുത്ത പഴം വെച്ചിട്ടാണ്, നേന്ത്രപ്പഴം വെച്ചിട്ട്. അതും കാരമലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാരമലൈസ് ചെയ്യാതെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. നേന്ത്രപ്പഴത്തിന് നമ്മളൊക്കെ പറയുന്നത് പോലെയാണോ എല്ലാവരും പറയുന്നത് അറിയില്ല, ഏത്തക്കാന്ന് പറയും, പഴുത്ത ഏത്തക്കാന്ന് പറയും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിന്, നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിന് നമുക്കൊരു നല്ല സ്പൈസി ആയിട്ടുള്ള ഇതിൻ്റെ കൂടെ ഒരു മധുരം കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ 2-3 ദിവസം ഈസി ആയിട്ട് നമുക്ക് പുറത്ത് വെക്കാം, റൂം ടെമ്പറേച്ചറിൽ വെക്കാം. അത് ദിവസം കഴിയുന്നതോടെ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട്, ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാടല്ലാതെ നമുക്ക് പിറ്റേന്നൊക്കെ കഴിക്കുവാണെങ്കിൽ ഇത് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഞാനിവിടെ 2 മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതാണ് എടുത്തത്. ഇതിനേക്കാളും കൂടുതൽ പഴുത്ത തൊലിയൊക്കെ കറുത്തതാണ് നിങ്ങളടുത്തുള്ളതെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, അതന്നെ എടുത്തോളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നമ്മൾ വെറുതെ കളയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനിൽ കൊടുക്കാനൊക്കെ നല്ലതാണ്. കാരണം ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ കാരമലൈസ് ചെയ്യുന്നതിന് കുറച്ചൊരു പാടുണ്ട്, പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. ഞാൻ ഇതിൽ നിന്ന് ഒരു 10-12 പീസ് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെയാണ് ഞാൻ മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് ഇടുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ്, പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഗീ ചേർത്തിട്ട് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതൊന്ന് ഇതിൽ നിന്നൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറേ സമയം കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അതിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയുന്ന ആ ഒരു ഇതിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് മൊരിച്ചെടുക്കാം. ഇത് 12 പീസാണ് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ചിട്ട് കുറക്കുകയൊക്കെ ചെയ്യുക കേട്ടോ പീസ്. അഥവാ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിൽക്കൺ മോൾഡാണ് എടുത്തുള്ളത്. ഇതുമാതിരിയുള്ള സിൽക്കൺ മോൾഡാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങളടുത്ത് ഇതുപോലത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ റൗണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാനായാലും കുഴപ്പമില്ല കേട്ടോ, ഏതിലായാലും കുഴപ്പമില്ല. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിന് കുറച്ച് ഒരു ഓയിൽ തടവിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ സിൽക്കൺ മോൾഡിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓയിൽ തടവേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ ഇതിൽ കാരമലൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഈ മോൾഡിൽ നിന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. ഓയിൽ ബ്രഷ് ചെയ്തിട്ടൊന്നങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കാരമൽ സോസൊക്കെ, ബട്ടർ സ്കോച്ചിൻ്റെ കാരമൽ സോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര നല്ല ബ്രൗൺ കളറാകുന്നവരെ കരിയിക്കുന്നുണ്ടല്ലോ, അത് അത്രയും സമയം വെക്കണ്ട. നമുക്കിതൊന്ന് ജസ്റ്റ് ഈ പഞ്ചസാര ഒന്ന് മെൽട്ടാകുമ്പോൾ തന്നെ നമുക്കിതെടുത്തിട്ട് മാറ്റാം. കൂടുതൽ ബ്രൗൺ കളറാകാൻ വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യുമ്പോൾ അത് മെൽട്ടായി കിട്ടിയെന്ന് വരില്ല. അപ്പം കുറച്ച് ആ പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായ പാടനെ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ ഇതേ കുറച്ചൊരു പാടുള്ള പണിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ കാരമലൈസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 12 പീസ് ആ മോൾഡിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് 12 പീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 12 പീസ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കാരമലിൻ്റെ ആ സിറപ്പ് ഒഴിച്ച ആ സ്പോട്ടിൽ തന്നെ നമ്മളിത് ഇങ്ങനെ പഴം വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ ഉറച്ചു പോകും. കാരമൽ ഉറച്ചു പോയാൽ പിന്നെ നമുക്ക് പഴം അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ അടപ്പിടിക്കില്ല. ഞാൻ ആ പഴവും പഞ്ചസാരയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരു ഏലക്ക ചേർത്തിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ അരച്ച മിക്സ് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി മിക്സിയിലേക്ക് ഞാൻ 2 വലിയ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ 3 മുട്ട എടുക്കുക. ഞാൻ കുറച്ച് വലിപ്പമുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്, 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് നല്ല തിക്ക് കേടാണ്, പുളിയില്ലാത്ത തൈര് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ചെയ്തിട്ട് എന്താ പറയുക, നല്ല ഫ്ലഫി ആകുമൊന്നും ചെയ്യില്ല. നമ്മൾ ഓയിലും എല്ലാം നമ്മുടെ മിക്സും അരച്ച മിക്സും എല്ലാം കൂടിയാണല്ലോ, നമ്മൾ ഫ്ലഫി ആവില്ല. പക്ഷേ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കമ്പൈൻ ആകും കേട്ടോ. തൈരും ഓയിലും നമ്മളെ മിക്സും ഒക്കെ നന്നായിട്ട് കമ്പൈൻ ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യമേ ചേർക്കാൻ വിട്ടുപോയതാണ്, കുഴപ്പമില്ല. ഇപ്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പാച്ചിൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അല്ലാതെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ബീറ്റർ അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പൊടിയൊക്കെ പുറത്തേക്ക് പറന്നു പോകും. അതുകൊണ്ട് ആദ്യം സ്പാച്ചിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം 1 മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി മാത്രം. ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹൈ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആണ്. നമ്മുടെ എന്താ പറയുക, വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആണ്, അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാ അലൂമിനിയം പാനിലായാലും നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഇതുപോലത്തെ ഡിസൈൻഡ് മോൾഡൊന്നും എടുക്കണമെന്നില്ല, നിങ്ങളടുത്തുള്ള ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. ഇനി ഞാനിത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബനാന കേക്കൊക്കെ പൊങ്ങിയാൽ കുറച്ചൊരു എന്താ പറയുക, ഒരു വിള്ളൽ വരണം. അതാണ് ശരിക്കും ഒരു പാകത്തിനുള്ള എന്താ പറയുക, ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് എന്നുള്ള ഒരു അടയാളമാണ്. മുകൾ ഭാഗം ഇങ്ങനെ വിണ്ട് വന്നു കഴിഞ്ഞാൽ. ഞാനിത് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്താൽ ഇങ്ങനെയാണ് കാണുക. നമ്മുടെ ബനാനയും കാരമലൊക്കെ കേക്കിന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ആ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് ചില സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, അടന്നു പോയിട്ടുണ്ട്. നമ്മുടെ പാനിൽ മോൾഡിൽ പിടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1 പ്രാവശ്യം ഇങ്ങനെ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റ് കണ്ടതുകൊണ്ട് പിന്നെ അന്നേരം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ്. എൻ്റെ വീട്ടിൽ തന്നെ നേന്ത്രൻ വാഴ കുലച്ചിട്ട് ഉണ്ടാക്കിയ പഴമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറേ പഴം ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പഴം കൊണ്ടാണ് പിന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്ക് പഴമൊക്കെ തീർന്നിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി. നല്ല നമ്മൾ ഫോർക്ക് കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ട്, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനിയും റംസാൻ വിഭവങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.